തലയില്ലെങ്കിലും ഉടല് നിന്ന് യുദ്ധം ചെയ്യും. ഇതാണ് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിൽ ബേസിക്കലി ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇറാൻ്റെ തലവനായിട്ടുള്ള കൊമൈനീനെ അമേരിക്ക ബോംബിങ്ങിലൂടെ കൊന്നു കളഞ്ഞു. അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും ഇറാൻ അത് സ്ഥിരീകരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ മകനാണ് ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലീഡേഴ്സിനെ കൊന്നു എന്നുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ ലീഡർഷിപ്പിനെ നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ രാജ്യമോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പട്ടാളോ പുറകോട്ട് പോവോ? ഇപ്പം ലോകത്തിൽ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിനെ നയിക്കുന്ന ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പടയ്ക്ക് ഒരു അപജയം സംഭവിക്കുകയും അവർ ആ യുദ്ധത്തിൽ തോറ്റുപോകുന്ന സിനാരിയോ ആണ് നമ്മൾ സാധാരണ രീതിയിൽ കാണാറ്. അതായത് നേതാക്കന്മാർ ലീഡേഴ്സ് കൊല്ലപ്പെടുന്ന സമയത്ത്. പക്ഷെ ഇറാനിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ സ്ഥിതിവിശേഷം വേറെ രീതിക്കാണ്. അതായത് ഇനിയിപ്പോൾ തല ഒന്നുമില്ല എന്ന് വിചാരിക്കുക, വരുന്ന പുതുതായിട്ട് എന്താ പറയുക ചാർജ് എടുക്കുന്ന എല്ലാ ലീഡേഴ്സിനും അമേരിക്ക കൊന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഇറാൻ്റെ ആർമിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കാരണം ആയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ട സമയത്ത് ഇറാൻ്റെ IRGC തകർന്നു, IRGC ഇല്ലാണ്ടാവുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം IRGCക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് വരുന്നത് ഈ പറയുന്ന സുപ്രീം ലീഡറുമായിട്ടാണ്. പ്രസിഡന്റ് പോലെയായിട്ടും IRGC കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് IRGC തളരുമെന്ന് പറഞ്ഞെങ്കിലും IRGC നിന്ന് പോരാടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് തലയില്ലെങ്കിലും ഉടല് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഇതിനിടക്കാണ് ട്രംപ് കുറച്ച് അവകാശവാദങ്ങളൊക്കെ ആയിട്ട് വന്നത്. ഇറാൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇറാൻ്റെ ഉള്ളിൽ മൊത്തം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ഹാർട്ട് ലൈനേഴ്സും അതേപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് നിലപാടെടുക്കുന്ന ആൾക്കാരൊക്കെ തമ്മിൽ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഇറാനകത്തു നിന്ന് തന്നെയുള്ള ന്യൂസുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇറാൻ എംബസി ഇൻ ഹൈദരാബാദ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്വീറ്റാണ്: There are no extremists or moderates in our Iran. We are Iranian and revolutionaries with the iron unity of the nation and the state, with the complete obedience to the supreme leader to the revolution. We will make the criminal aggressor regret it. One God, one leader, one nation and one path, and that is the path victory of Iran, dear than our life. അതായത് ഇവർ പറഞ്ഞൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇപ്പോൾ പടച്ചുവിടുന്ന പ്രൊപ്പഗണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പുതിയ മെറ്റീരിയലാണ്. ഇറാനകത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇറാനകത്ത് ഒരു ലീഡർ ഇല്ല, അവിടെ തോന്നും പോലെയാണ് ആളുകൾ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം IRGC എന്നൊരു സെപ്പറേറ്റ് ഗ്രൂപ്പാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടെ IRGC സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് നിലനിൽക്കുമെങ്കിലും ഇപ്പോൾ ഇറാനിലുള്ള പൊളിറ്റിക്കൽ ടീമിൻ്റെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ എന്താ പറയുക റൂളേഴ്സിൻ്റെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഒരു കാരണവശാലും ഈ പറയുന്ന IRGC തയ്യാറാവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എംബസി പറഞ്ഞതിന് ശേഷം പറയുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. ഇറാൻ എംബസി അഗെയിൻ ഹൈദരാബാദാണ്. ഡിവൈഡ് ആൻഡ് റൂൾ ബട്ട് ട്രംപ് ഈസ് ജസ്റ്റ് ഡിവൈഡിങ് വിത്തൗട്ട് എനി റൂൾ. ഈ സാധനം കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ ചിരിച്ചു പോയി എന്നുള്ളതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ ബട്ട് ട്രംപ് ഈസ് ജസ്റ്റ് ഡിവൈഡിങ് വിത്തൗട്ട് എനി റൂൾ. അതായത് ഡിവൈഡ് ആൻഡ് റൂള് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇറാനിൽ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇറാൻ്റെ ലീഡർഷിപ്പ് തന്നെ പ്രശ്നമാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂളാണ്. അതായത് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കുന്ന് കുറച്ച് ചോര കുടിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ഇവിടെ ബേസിക്കലി ട്രംപ് എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിലുള്ള ലീഡർഷിപ്പ് തമ്മിൽ തന്നെ അടിയാണ് അല്ലെങ്കിൽ കലഹമാണ് എന്ന് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതോ അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ഇപ്പോൾ ഒരു ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു റിജീമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കൂടെ അവർക്കും അതിനകത്ത് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അഫ്കോഴ്സ് ഉണ്ടായിരിക്കും. അവർ പൊതുവെ ശ്രമിക്കുക ആ താല്പര്യങ്ങളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ആ താല്പര്യങ്ങളെ നിലനിർത്താനും അതിൽ നിന്ന് ഒരു ഗെയിൻ എടുക്കാനും ആയിരിക്കും ഇവരുടെ മേജറായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ അഫ്കോഴ്സ് ആ ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടെ
ഇതിനകത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളാണ്. IRGC വേറൊരു വഴിക്കാണ്, ഇറാന്റെ മിലിറ്ററി വേറൊരു വഴിക്ക് പോവുകയാണ്, അവിടുത്തെ വേറെ മിലീഷ്യ ഗ്രൂപ്പുകൾ അതൊന്നും അല്ലാത്ത വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള സാധനം പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. വിഭജിച്ച് ആ വിഭജനത്തിന്റെ ഇടയിലൂടെ കുറച്ച് ചോര കുടിച്ച് അവിടെ ഒരു മെയിൻ ആളായിട്ട് വരിക എന്നുള്ളതാണ്. ആ സമയത്തിനെയാണ് പറയുന്നത് ട്രംപ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ വിത്തൗട്ട് എനി റൂളാണെന്നുള്ളത്. ആ മുകളിലുള്ള കണ്ടന്റ് വായിച്ചിട്ട് താഴത്തെ കണ്ടന്റ് വായിക്കുമ്പോണ്ടല്ലോ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു പോകും. അതായത് ആദ്യത്തെ പ്രൊപ്പഗണ്ട മൊത്തം ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂളിന് വേണ്ടിയിട്ട് ചെയ്ത സാധനമാണ്. അതേ സാധനത്തിനെ അതേ നാണയത്തിൽ വേറെ രീതിയിൽ നല്ല അടിക്കാണ് സത്യത്തിൽ ഇറാൻ എംബസി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് വിൽ ഡിവൈഡ് വിത്തൗട്ട് എനി റൂൾ. ഒരു റൂളും ഇല്ലാണ്ട് ട്രംപ് അങ്ങ് ഡിവൈഡ് ചെയ്തോളും. ഒരു റൂളും ഇല്ലാണ്ട് ഈ സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനോ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സാധനം ഇല്ലാണ്ട് ഈ പറയുന്ന രീതിയിലുള്ള റെക്ടറിക്ക് വെക്കുന്ന സമയത്തുണ്ടല്ലോ സ്വയം കോമാളിയായി പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നും അതിൽ സംഭവിക്കുന്നില്ല. ഇത് മാത്രമല്ല, ഈ പറയുന്ന യൂറോപ്യൻ എന്നുള്ള രാജ്യങ്ങളും അങ്ങനെ പല രാജ്യങ്ങളും കൂടുതലായിട്ട് ഇപ്പോൾ ഇറാൻ സപ്പോർട്ടോട് കൂടെ വരുന്ന സമയത്തും കൂടിയാണ് ഈ ഒരു സാധനം വരുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയുന്ന വേറൊരു ട്രോള് വരുന്നത് കിൽ 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 എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. കിൽ ദ ബോട്ട്, കിൽ ദ മോൾ എന്നുള്ള സാധനമാണ്. അപ്പൊ അതിനകത്ത് ഇറാൻ എംബസി സംശയിച്ചിരിക്കുന്നത് കിൽ ദ ബോട്ടോ, ബോട്ടിനെ എങ്ങനെ കില്ല് ചെയ്യും, ഇനിയിപ്പോൾ യുദ്ധം കാരണം ഇങ്ങീർക്കെങ്ങാനും വട്ടായി പോയോ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അത് വേറെ ലെവലില്. അതായത് ട്രംപ് പറയുന്ന റിട്ടറിക്സിനൊക്കെ അനലൈസ് ചെയ്തിട്ട് അതൊന്ന് ഫണ്ണി പാട്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഫണ്ണി ഒരു തഗ് സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് ഡിജിറ്റൽ വാർഫെയർ, അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു പുതിയ വാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇറാൻ എംബസീസ് ട്രംപിനെ ടോളുന്നതും അതേപോലെ തന്നെ ട്രംപിനെ കുറിച്ചുള്ള വീഡിയോസും കൂടെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോട്ടിനെ ആക്രമിക്കാൻ വേറെ കാരണം കൂടെ ഉണ്ട്. അതായത് ഞങ്ങൾ കംപ്ലീറ്റ് സീൽ ചെയ്തു, ഒരു ഈച്ച പോലും ഇനി ഹോർമൂസിലൂടെ കടന്നു പോകില്ല. ഇനി വല്ല പരലോ വല്ല മീനോ വല്ല അയിലക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അമേരിക്കയുടെ കപ്പലിന്റെ അടിയിലൂടെ അമേരിക്ക അറിയാണ്ട പോല എന്ന് പറയുന്ന സമയത്താണ് അവിടെ ഏകദേശം 34ഓളം കപ്പലുകൾ ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ, അതായത് ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റിയിട്ട് ഹോർമൂസ് വിട്ടു എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇറാൻ അതിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ഞങ്ങൾ ടോൾ പിരിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ നാഷണൽ ബാങ്കിലോട്ട് ഞങ്ങൾ ആ ടോളിന്റെ എമൗണ്ട് മാറ്റും എന്നുള്ള കാര്യങ്ങളോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്വാം ടാക്ടിക്സ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്ട്രോയേഴ്സിന്റെ അടുത്തേക്ക് ഒരു ചെറിയ സ്പീഡ് ബോട്ടായിട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല, അതിനകത്തുള്ള ഓട്ടോമാറ്റിക് ഫയറിംഗ് ഗണ്ണ് തന്നെ ഇവന്മാരെ തീർത്തു വിടും, അത് വേറെ കാര്യം. പക്ഷേ അവിടെ അവർ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ബോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബോട്ടുകൾ ഒരുമിച്ച് ചെല്ലുക. അപ്പോൾ ഒരുപാട് ബോട്ടുകൾ ഒരുമിച്ച് ചെല്ലുന്ന സമയത്ത് ഈ റഡാർ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും ഏതിലോട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ കൺഫ്യൂഷനെ മുതലെടുത്തുകൊണ്ട് അറ്റാക്ക് നടത്തുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇറാന്റെ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്, അതായത് ഹൈ സ്പീഡ് ബോട്ടുകൾ. പക്ഷേ ഇതിനെ ചെറുക്കാനുള്ള ടെക്നോളജി അമേരിക്ക യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ ടെക്നോളജി ആയിട്ട് മാറും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ബോട്ടുകൾ അമേരിക്കക്ക് വലിയ ഭീഷണിയാണെന്ന് പറയുന്നത്. പിന്നെ ഇതിനെ തിരിക്കാനും മടക്കാനൊക്കെ ഉള്ള ഈ മാനൂവറബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതും ഭയങ്കര പാടാണ്. 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇതിനെല്ലാം കൂടെ ഇട്ട് തിരിക്കുക എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അപ്പൊ അങ്ങനെ സമയത്താണ് മാനൂവറബിലിറ്റി കൂടുതലുള്ള ഈ പറയുന്ന ബോട്ടുകളെ ഇറാൻ ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് ആംബുഷ് ചെയ്യുക, തിരിച്ചു പോവുക, ഒരു ഗറില്ല വാർഫെയർ യൂസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന സീരിയസ് ആയിട്ട് ട്രംപ് ഞങ്ങൾ ഇപ്പൊ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടിടുന്ന കണ്ടന്റുകളെ അതുപോലെ കോപ്പി ചെയ്ത് അതിനെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ഇറാൻ മാറ്റുന്നതെന്നുള്ളതാണ്.